ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഇനിയില്ലെന്ന് ഡോക്ടർ ശശി തരൂർ MP. യുവാക്കൾക്ക് അവസരം നൽകുകയാണ് ലക്ഷ്യമെന്നും ശശി തരൂർ പറഞ്ഞു. കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഞാനൊരു മലയാളി എന്ന വിഭാഗത്തിൽ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠനാരുമായി നടത്തിയ മുഖാമുഖത്തിലാണ് ഡോക്ടർ ശശി തരൂർ MPയുടെ പ്രതികരണം. നിറഞ്ഞ സദസ്സിൽ നർമ്മവും രാഷ്ട്രീയവും ഇടകലർന്ന ഒരു മണിക്കൂർ. വേദി 5 എഴുത്തോലയിൽ ശശി തരൂർ MPയും 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരും ഔപചാരികതകൾ മറന്ന് നർമ്മത്തിന്റെ മേമ്പൊടിയിൽ രാഷ്ട്രീയവും സമകാലിക പ്രശ്നങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവച്ചു. മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ പങ്കെടുപ്പിച്ചിട്ട് ഒരു ടെലിവിഷൻ ഒരു വലിയൊരു ഫിലിം അവാർഡ് ഒരു ഷോ സംഘടിപ്പിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അതിനകത്ത് അവിടെ സൗദി ഗസറ്റിന്റെ പത്രത്തിന്റെ പത്രാധിപരായ ഖാലിദ് മൈന എന്ന് പറയുന്ന പത്രാധിപരോട് ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങേക്കറിയാലോ ഖാലിദ് മൈനെ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, വൈ ഡോണ്ട് യു ഇൻവൈറ്റ് ഡോക്ടർ തരൂർ ഫോർ എ ലെക്ചർ? ഞാൻ പറഞ്ഞു, ഇതൊക്കെ കാശ് കൊടുത്ത് ആരെങ്കിലും കാണാൻ വരുമോ? രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തതയോടെയും സൂക്ഷ്മതയോടെയുമായിരുന്നു ശശി തരൂർ MPയുടെ പ്രതികരണം. ഡോക്ടർ തരൂരിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് എങ്ങനെയാ? ഇങ്ങനെ കുറെ കാലം പോകട്ടെന്നാണോ? അല്ല, നവാഗത പ്രതിഭകൾ വരണമെന്ന് ആൾക്കാർ വിളി തുടങ്ങി, പറഞ്ഞു തുടങ്ങി. പലവരും നമ്മുടെ സംസ്ഥാനത്തിൽ 30 വയസ്സൊക്കെ നല്ല സ്ഥാനങ്ങൾ വന്നവര് 70 ആ സ്ഥാനങ്ങൾ വിടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതുപോലെ ആവണ്ട, അവർക്ക് വയസ്സാകുന്നില്ല. ഞാൻ അമ്പലേ വന്നിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഈ 4 ടേം ചെയ്ത ശേഷം വേറെ പലർക്കും അവസരം കൊടുക്കട്ടെ എന്നാണ് ഞാൻ പാർട്ടിയോട് പറയുന്നത്. തിങ്ങി നിറഞ്ഞ സദസ്സിന് ഇരുവരോടും ധാരാളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. മലയാളിത്തം എന്ന് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്ന ചില കൺസർവേറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ. ഇപ്പൊ സ്ത്രീകളെ ശബരിമല വിഷയം, പിന്നെ ആന, അമ്പലം, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ ഇപ്പോഴും അതിനെ മുറുകെ പിടിച്ച് പ്രോഗ്രസീവ് ഇതിന്റെ അകത്തുനിന്ന് കുറച്ച് പിന്നോട്ട് വലിക്കുന്നുണ്ടോ എന്നുള്ളത്. എന്റെ ചോദ്യം രണ്ടാളോട് കൂടിയാണ്. ഒരു മലയാളിനെ കാണുമ്പോൾ അദ്ദേഹത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേകത അല്ലെ ഒരു ഗുണം എന്താണ്? മലയാള ഭാഷ പഠിക്കുന്നത് പുതിയ തലമുറയ്ക്ക് ഒരു മോശമാണെന്നുള്ള ചിന്ത ശരിയാണോ? പറഞ്ഞു തീരാത്ത കഥകളും കാഴ്ചപ്പാടുകളും വിശേഷങ്ങളും ഏറെ ബാക്കി വെച്ചാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 8ാമത്തെ സീസൺ സമാപന ദിനമായി ഇന്ന് ഇരുവരും പിരിഞ്ഞത്. 24 കോഴിക്കോട്.